ഹായ്. വീട്ടിൽ കുറച്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന്, അഥവാ പഴംപൊരി. അപ്പോൾ ഞാൻ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ഇൻഗ്രീഡിയൻസ് മൈദ, കുറച്ച് റവ, പിന്നെ കുറച്ച് അരിപ്പൊടി, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഏലക്ക ചതച്ച് വെച്ചത് അതിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറിയ ചൂടുവെള്ളം, നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് ചെറിയ ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് മാവ് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ കളർ കിട്ടാൻ വേണ്ടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് നേരം. ഞാനിത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കാണും. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ടൊക്കെ വന്നിട്ടാണ് ബാക്കി പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് മാവിന് നല്ല റെസ്റ്റിംഗ് ടൈമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന പഴം ചെറുതായതുകൊണ്ട് രണ്ടായിട്ട് മാത്രമേ മുറിച്ച് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ മാവിൽ മുക്കി എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന തവിയുണ്ട്, ഇതൊന്നും തിരിച്ച് മറിച്ച് വിടാൻ പറ്റില്ല. അപ്പോഴാണ് കബോർഡിനകത്തൊരു സാധനം ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. പിന്നെ അത് വെച്ചായിരുന്നു ബാക്കി പരിപാടികളെല്ലാം. ഈ സാധനം വാങ്ങിച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇതിപ്പോൾ ഉപയോഗിക്കുന്നത്. കൈക്കധികം പരിചയമില്ലാത്ത ആൾ കയ്യിലിരുന്നിട്ടാകണം. കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. അത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാൻ കുറച്ച് പാടുപെട്ടു. ഒന്ന് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇത് പിടികിട്ടിയത് കൊണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്മൂത്തായിട്ട് പോയി. സോ നമ്മുടെ വാഴയ്ക്കപ്പം റെഡി.